ഓക്കെ, തേർഡ് മൊഡ്യൂൾ കണ്ടിന്യൂഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ പറഞ്ഞത് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൻ്റെ ഡിസൈനിങ് ആയിരുന്നു അല്ലേ. ഒരു സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് വരുന്ന സമയത്ത് അതിൽ നമുക്കറിയാം ഒരു പ്ലേറ്റ് ഉണ്ടായിരിക്കുള്ളൂ, രണ്ട് പ്രഷർ ഫ്രിക്ഷൻ പ്ലേറ്റുകളായിരിക്കും വരുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ക്ലച്ച് പ്ലേറ്റുകൾ അല്ലെങ്കിൽ പ്ലേറ്റ് എങ്ങനെയാണ് ക്ലച്ച് ഡിസൈൻ ചെയ്യുക എന്നുള്ളത്. ഇനി നമ്മൾ പറയുന്നത് മൾട്ടി പ്ലേറ്റ് ക്ലച്ചിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ഡിഫറൻസ്. ഞാൻ പറഞ്ഞു മൾട്ടിപ്ലേറ്റ് ക്ലച്ച് ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്, പേര് സൂചിക്കുന്ന പോലെ തന്നെ എന്തുണ്ട്, ഒന്നിലധികം പ്ലേറ്റുകൾ, അതായത് ക്ലച്ച് പ്ലേറ്റുകൾ എന്തുണ്ടായിരിക്കും അതിൽ ഉണ്ടാവും. അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള ഫ്രിക്ഷണൽ സർഫസുകൾ അല്ലെങ്കിൽ ഫ്രിക്ഷൻ പ്ലേറ്റുകളും ഉണ്ടാകും. ഇവിടെ ഞാൻ പറഞ്ഞു N1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്ലേറ്റ്സ് ഓൺ ഡ്രൈവിംഗ് ഷാഫ്റ്റിലെയും, അതായത് എഞ്ചിനിൽ നിന്ന് വരുന്ന ഡ്രൈവിലെ ഷാഫ്റ്റിലെയും, N2 എന്ന് പറയുന്ന നമ്പർ ഓഫ് പ്ലേറ്റ്സ് ഓൺ ഡ്രിവൺ ഷാഫ്റ്റ് ക്ലച്ച് ഷാഫ്റ്റിലെയും കൂടി ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ കോണ്ടാക്ടിങ് സർഫസസ്, നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് കോണ്ടാക്ടിങ് സർഫസസ് എന്ന് പറയുന്നത് എന്താണ്, N = N1 + N2 - 1 ആണ് എന്നാണ് നമ്മൾ ഇക്വേഷൻസ് വഴി പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുമാണ്. അപ്പോൾ ഈ രീതിയിൽ വരുന്ന സമയത്ത് മൾട്ടിപ്ലേറ്റ് ക്ലച്ച് ആകുമ്പോൾ എങ്ങനെയാണ് കാൽക്കുലേഷൻസ് വരുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒരു പ്രോബ്ലം നോക്കുക. പ്രോബ്ലം: എ മൾട്ടിപ്പിൾ പ്ലേറ്റ് ക്ലച്ച് ഹാസ് 3 ഡിസ്ക് ഓൺ ഡ്രൈവിംഗ് ഷാഫ്റ്റ്. അതായത് ഇവിടെ N1 എന്ന് പറയുന്നത് എത്രയാണ്, 3 ആണ്. ആൻഡ് 2 ഡിസ്ക് ഓൺ ഡ്രിവൺ ഷാഫ്റ്റ്, N2 എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണ്. ദ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഡയമീറ്റേഴ്സ് ഓഫ് ഫ്രിക്ഷൻ സർഫസസ് ആർ 120 mm and 240 mm റെസ്പെക്റ്റീവ്ലി. അസ്യൂം യൂണിഫോം പ്രഷർ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എത്രയാണ്, 0.3. മ്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 0.3 ആണ്. ഫൈൻഡ് ദ ടോട്ടൽ സ്പ്രിംഗ് ലോഡ്. ശ്രദ്ധിക്കുക, ടോട്ടൽ സ്പ്രിംഗ് ലോഡ് എന്ന് പറയുന്നത്, ടോട്ടൽ സ്പ്രിംഗ് ലോഡ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ളത് എന്താണ്, W, അതായത് ആക്സിയൽ ലോഡാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ടുഗദർ ടു ട്രാൻസ്മിറ്റ്, ആ ക്ലച്ച് പ്ലേറ്റിന് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട എത്രയാണ്, 25 kW. അതായത് പവർ ആണ് തന്നിട്ടുള്ളത്, ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട പവർ 25 kW ആണ്. എത്ര RPM-ലാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, 1500 RPM-ൽ ട്രാൻസ്ഫർ ചെയ്യണം. ഓൾസോ ഫൈൻഡ് യൂണിഫോം പ്രഷർ. ഓൾസോ ഫൈൻഡ് എന്താണ്, യൂണിഫോം പ്രഷർ. ശ്രദ്ധിക്കുക, ആൻസർ നമ്മൾ നോക്കുന്ന സമയത്ത് തന്നിട്ടുള്ള ഡാറ്റാസ് നമ്മൾ 1 by 1 ആയിട്ട് എഴുതാണ്. ഇവിടെ N1 = 3, N2 = 2, N = N1 + N2 - 1, and thereby 3 + 2 - 1, N = 4. ഇനി തന്നിട്ടുള്ളത് D1 ഇൻസൈഡ് ഡയമീറ്റർ 120 mm, D2 240 mm, ആൻഡ് റെസ്പെക്റ്റീവ്ലി എന്ത് വരും, റെസ്പെക്റ്റീവ്ലി എന്താണ് വരുന്നത്, R1 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, R1 = 60 mm. 1 എന്തിൻ്റെ പകുതി, നേരെ D1-ന്റെ പകുതി. ആൻഡ് ദെർബൈ R2 = എത്ര, 240 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 120 mm റേഡിയസ് എന്ന് പറഞ്ഞാൽ. ഈ ഡാറ്റയും കൂടി നിങ്ങൾ എന്തെഴുതണം, ഇതിൻ്റെ കൂടെ എഴുതി വെക്കണം. ഓക്കെ, D2 = 240 mm, D1 = 120 mm, ആൻഡ് ദെർബൈ R1 = 60 mm, ആൻഡ് R2 = എത്രയാണ്, 120 mm. ഇനി നമുക്ക് തന്നിട്ടുണ്ട് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ = എത്രയാണ്, 0.3. അത് കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് അതിന് എന്തുണ്ടായിരിക്കില്ല, യൂണിറ്റ് ഉണ്ടാവില്ല. ആൻഡ് പവർ = 25 kW. അതിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും, മീറ്ററിലെ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യും. 25 × 10³ വാട്ട് എന്ന് പറയും. N തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് RPM 1500 RPM. ആൻഡ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, W, അതുപോലെ തന്നെ എന്താണ്, പ്രഷർ ഇൻറ്റൻസിറ്റി അല്ലേ. അത് രണ്ടുമല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, W-യും പ്രഷറും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. W എന്ന് പറഞ്ഞാൽ ആക്സിൽ ലോഡ്, ആ ലോഡ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, സ്പ്രിങ്ങിനെ സപ്രസ് ചെയ്ത് വെക്കുന്നത്. നമുക്കറിയാം ഇക്വേഷൻ T = μWRM. ഇതിൽ ഏതൊക്കെ വാല്യൂ നമുക്കറിയില്ല, ഏതൊക്കെ വാല്യൂ അറിയില്ല, T അറിയില്ല, μWRM അല്ലേ, μWRM. P കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ T കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ ഉണ്ട്, ഏതാണ്, P = 2πnt പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ടീൻ്റെ ഇക്വേഷൻ വരുന്ന സമയത്ത് T = എന്ത് വരും, ഈ 60 എന്നുള്ള മുകളിലേക്ക് പോകും, ടീനെ മാത്രം അവിടെ നിർത്തിയിട്ട് 2πn എന്ന് പറയുന്ന ടേം കണ്ട് വരും, =ന്റെ താഴത്തേക്ക് വരും. അതായത് T = P × 60/2πn എന്ന് വരും. ഓക്കെ, ആ ഇക്വേഷനാണ് എന്ത് കൊടുത്തിട്ടുള്ളത്, ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് വാല്യൂസ് 25 × 10³ ഇൻ പ്ലേസ് ഓഫ് എന്താണ്, പിയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു, 25 × 10³ × 60 ഓൾറെഡി അവിടെ ഉള്ള കോൺസ്റ്റന്റ് ആണ്.
2πn, എന്നിനെ എത്ര കൊടുത്തു? 1500 RPM എന്ന് കൊടുത്തു. ആൻഡ് ദെർബൈ നമുക്ക് കിട്ടുന്ന ആൻസർ ഞാൻ പറഞ്ഞിരുന്നു, ജനറൽ ഇക്വേഷനിൽ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എപ്പോഴും എന്തായിരിക്കും? SI യൂണിറ്റിലായിരിക്കും. ടോർക്കിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ മീറ്റർ ആണ്. 159 × 15 ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ അതിനെ നമ്മൾ ന്യൂട്ടൺ മീറ്ററിനെ ന്യൂട്ടൺ മില്ലിമീറ്ററിൽ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 159 × 0.15 × 10⁻³ ന്യൂട്ടൺ മില്ലിമീറ്റർ. ഇനി നമുക്കറിയാം യൂണിഫോം പ്രഷറാണ് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ RM മീൻ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? R2³ മൈനസ് R1³ അല്ലേ, ബൈ R2² മൈനസ് R1². R2³ മൈനസ് R1³ ബൈ R2² മൈനസ് R1² എന്ന് കിട്ടും. നമുക്ക് ഓൾറെഡി അറിയുന്ന ഇക്വേഷൻ ആണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യും? വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. എങ്ങനെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? R1ന്റെ വാല്യൂ ഞാൻ പറഞ്ഞു. R2 എന്ന് പറഞ്ഞാൽ എത്രയാണ് വാല്യൂ വരുന്നത്? 240യുടെ പകുതി 120. ആൻഡ് R1 എന്ന് പറഞ്ഞാൽ 120 ഇൻസൈഡ് ഡയമീറ്ററിന്റെ പകുതി 60. അത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മീൻ റേഡിയസ് കിട്ടുന്നത് 93.33 mm. ശ്രദ്ധിക്കാം. ഇനി നമുക്കറിയാം T ഈക്വൽ ടു എന്താണ്? നമുക്കറിയാം T ഈക്വൽ ടു എത്രയാണ്? T ഈക്വൽ ടു μW RM × N. അതിൽ നിന്ന് നമുക്ക് T അറിയാം ഓൾറെഡി. W ആണ് കണ്ടുപിടിക്കേണ്ടത്. W കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു ടൈം മാത്രം കൊടുക്കും. ബാക്കി എല്ലാ ടൈമും എന്ത് വരും? ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരും. ദെർഫോർ T ബൈ എത്രയാണ് വരിക? μ × RM × N. ആ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് വാല്യൂസ് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടിയുടെ സ്ഥാനത്ത് നമ്മൾ എത്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? 159.154 × 10⁻³ ബൈ 0.3 × 93.33 × 4. ഓക്കെ, ബൈ എത്ര കിട്ടും? 1421.06 ന്യൂട്ടൺ. 1421.06 ന്യൂട്ടൺ എന്ന് കിട്ടും. ഡബ്ല്യുവിൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് അറിയാത്തൊരു കേസ് കിട്ടി. ഇനി നമുക്ക് കിട്ടേണ്ടത് പ്രഷറാണ് കിട്ടേണ്ടത്. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഡ് ബൈ ഏരിയ ആണ്. ഇവിടെ ലോഡ് എന്ന് പറഞ്ഞാൽ W ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. π × R2² മൈനസ് R1². കറസ്പോണ്ടിങ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 0.05 MPa. ശ്രദ്ധിക്കാം, 0.047 MPa ഓർ ന്യൂട്ടൺ പെർ. അതായത് ഞാൻ പറഞ്ഞത് മെഗാ പാസ്കൽ എന്ന് പറയുന്ന യൂണിറ്റ് എന്തിന് ഈക്വൽ ആണ്? ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ². ഇനി നിങ്ങൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത്, എക്സാമിന്റെ സമയത്ത് പ്രോബ്ലം കൺഫ്യൂഷൻ ആയില്ലെങ്കിൽ, യൂണിറ്റ് കൺഫ്യൂഷൻ ആണെങ്കിൽ നമ്മൾ നേരിട്ട് MPa എന്ന് എഴുതണമെന്ന് യാതൊരു നിർബന്ധമില്ല. ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ² എന്ന് മാത്രം എഴുതിയാൽ മതി. അതായത് ന്യൂട്ടൺ നമുക്കറിയാം ഡബ്ല്യുവിന്റെ യൂണിറ്റ്. അടിയിൽ മില്ലിമീറ്റർ ആണ് റേഡിയസ് ഒക്കെ എടുത്തിട്ടുള്ളത്. സോ ഏരിയയുടെ ലോഡിന്റെ യൂണിറ്റ് ന്യൂട്ടണും ഏരിയയുടെ യൂണിറ്റ് എന്താണ് വരുന്നത്? മില്ലിമീറ്റർ² വരുന്നത്. ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ². അതെന്തിന് ഈക്വലന്റ് ആണ്? പ്രഷറിന്, മെഗാ പാസ്കലിന് ഈക്വലന്റ് ആണ്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം, ശ്രദ്ധിക്കാം. എ മൾട്ടിപ്ലേറ്റ് ക്ലച്ച് ട്രാൻസ്മിറ്റ്സ് 23 kW ഓഫ് പവർ അറ്റ് 1575 RPM. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് 0.3 ആൻഡ് ഇന്റൻസിറ്റി ഓഫ് പ്രഷർ നോട്ട് ടു എക്സീഡ്. ഇവിടെ മാക്സിമം പ്രഷർ ആണ് നോട്ട് ടു എക്സീഡ് എന്ന് പറയുന്നത് 100 kPa. The internal radius of contact surface is 60 mm and is 0.6 times the external radius. ശ്രദ്ധിക്കുക, റേഷ്യോ ആണ് ഇന്റേണൽ റേഡിയസും എക്സ്റ്റേണൽ റേഡിയസും തന്നിട്ടുള്ളത്. ഫൈൻഡ് ദ നമ്പർ ഓഫ് പ്ലേറ്റ്സ് നീഡഡ് ടു ട്രാൻസ്മിറ്റ് റിക്വയർഡ് ടോർക്ക് അസ്യൂമിങ് യൂണിഫോം വിയർ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യാണ്. ശ്രദ്ധിക്കുക, തന്നിട്ടുള്ള ഡാറ്റാസ് ഒന്ന് എടുത്ത് എഴുതാം. ഓക്കെ, തന്നിട്ടുണ്ട്, പവർ തന്നിട്ടുണ്ട്. എത്രയാണ്? 23 kW. അതിനെ നമ്മൾ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യും. 23 × 10⁻³ വാട്ട്. എന്ന് തന്നിട്ടുണ്ട് RPM 1575 RPM. μ = 0.3. Pmax = 100 kPa. ശ്രദ്ധിക്കുക, 100 kPa. 100 kPa എന്തിലേക്ക് മാറ്റണം? മെഗാ പാസ്കലിലേക്ക് മാറ്റണം. അതായത് 100 kPa അല്ലെ? കിലോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻³ ആണ്. നമുക്ക് മെഗയിലേക്ക് മാറ്റണം. മെഗാ എന്ന് പറഞ്ഞാൽ എത്രയാണ്? മെഗാ എന്ന് പറഞ്ഞാൽ 10⁻6 ആണ്. 10⁻6 ആണ്. അപ്പം ഈ കിലോ എന്നുള്ള വാല്യൂവിനെ മെഗായിലേക്ക് മാറ്റാൻ 100 × ഇത് ചെറിയ വാല്യൂ അല്ലേ?
ചെറിയ വാല്യൂവിൽ നിന്ന് വലിയ വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 100 ഇൻറ്റു 10⁻³ അങ്ങനെ 10⁻3യും 10⁻6ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 10⁻3 ആണ്. സോ 10⁻³ മെഗാ പാസ്കൽ എന്ന് വരും. ഓക്കെ, 10⁻3 മെഗാ പാസ്കൽ. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതിന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് R1 എന്ന് പറയുന്നത് 60 mm ആണ് തന്നിട്ടുണ്ട്. ഈ R1 എന്ന് പറയുന്നത് 60യുടെ 0.62 ടൈംസ് ആണ്. അതായത് വലിയ ഡയമീറ്റർ ആണ് R2. R2വിന്റെ 0.6 ടൈംസ് ആണ് എന്ത് 60 എന്ന് പറയുന്നത്. therefore R2 എന്ന് പറയുന്നത് ശ്രദ്ധിക്കാം, R2 എന്ന് പറയുന്നത് 60 ഈ 0.6 എന്ത് വരും? ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആയി മാറും. 60/0.6 ഈക്വൽ ടു 100 mm. ഓക്കെ, ഇനി വരുന്നത് ടി ഈക്വൽ ടു മ്യൂ. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമുക്കുണ്ട് ടി ഈക്വൽ ടു μW/RM ഇൻറ്റു എൻ. പി എന്ന് പറഞ്ഞാൽ എത്ര? 2πt/60. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ടി ഈക്വൽ ടു പി ഇൻറ്റു 60/2πn. പിന്റെ വാല്യൂ നമുക്കറിയാം 23 ഇൻറ്റു 10⁻³ ആണ്. 60/2π ഇൻറ്റു എന്നിന് പകരം നമ്മൾ എന്ത് കൊടുക്കും? 1575 RPM. ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വാല്യൂ ആണ്. 139.45 ന്യൂട്ടൺ മീറ്റർ ആണ് ആൻസർ കിട്ടുന്നത്. ജനറൽ ഇക്വേഷനിൽ നിന്ന് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? SI യൂണിറ്റ് ആയിരിക്കും. അതിൽ നമ്മൾ ന്യൂട്ടൺ മില്ലിമീറ്ററിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ 139.45 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ മില്ലിമീറ്റർ എന്ന് വരും. ഓക്കെ, ഇനി നമുക്കറിയാം C ഈക്വൽ ടു W/2π R2 മൈനസ് R1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. സോ W എന്ന് പറയുന്നത് എത്രയാണ്? W എന്ന് പറയുന്നത് ഈക്വേഷൻ 2πc ഇൻറ്റു 2π. അതായത് ഒന്നുമില്ല, ഡബ്ല്യുവിനെ അവിടെ നിർത്തി ഈ 2πc സമത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. ആൻഡ് പി മാക്സ് ഈക്വൽ ടു C/R1. നമുക്കറിയാം മാക്സിമം പ്രഷറാണ് നമുക്ക് തന്നിട്ടുള്ളത്. പി മാക്സ് ഈക്വൽ ടു എത്രയാണ്? 2C/R1 നമുക്കറിയാം. C ഈക്വൽ ടു പി മാക്സ് ഇൻറ്റു R1. പി മാക്സ് തന്നിട്ടുണ്ട്, R1ഉം നമുക്കറിയാം. സോ പി മാക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 kPa ആണെന്ന് ഞാൻ പറഞ്ഞു. 100 ഇൻറ്റു 10⁻³ kPa. 100 ഇൻറ്റു 10⁻³ ഇൻറ്റു 60, അതായത് 6. സീൻ്റെ വാല്യൂ എത്ര? 6. ഇനി നമുക്ക് അതിൽ നിന്ന് ആ സീൻ്റെ വാല്യൂ ഡബ്ല്യുവിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2πc ഇൻറ്റു R2 മൈനസ് R1, 2π ഇൻറ്റു 6 ഇൻറ്റു 100 - 60, 1507.96. W ആക്സിൽ ലോഡാണ് അല്ലെങ്കിൽ സ്പ്രിംഗ് ഫോഴ്സ് ആണ്. അതിന് നമ്മൾ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഫോഴ്സ് ലോഡിന്റെ ഒക്കെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. സോ 1507.96 ന്യൂട്ടൺ. ഇനി RM യൂണിഫോം വിയർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. RM ഈക്വൽ ടു 1/2 ഇൻറ്റു R2 പ്ലസ് R1, 1/2 ഇൻറ്റു 100 പ്ലസ് 60, 80 mm. ഓക്കെ, ഇനി നമ്മൾ ഫൈനൽ ഇക്വേഷനിൽ കൊടുക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇക്വേഷൻ വന്നിട്ടുള്ളത് ടി ഈക്വൽ ടു μW/RM ഇൻറ്റു എൻ എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ടീൻ്റെ വാല്യൂ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. മ്യൂവിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. W എന്ന് പറഞ്ഞാൽ എത്രയാണ്? 157. RM എന്ന് പറഞ്ഞാൽ എത്രയാണ്? 80. ഇനി നമുക്ക് ഏത് വാല്യൂ ആണ് അറിയാത്തത്? N എന്ന് പറയുന്ന വാല്യൂ നമുക്ക് അറിയില്ല. N കണ്ടുപിടിക്കുക. ഈ ഇക്വേഷനിൽ നിന്ന് ടോട്ടൽ N ഈക്വൽ ടു എത്രയാണ്? 3.85 ആണ് കിട്ടുക. അത് നമ്മളൊരു നമ്പർ ആയതുകൊണ്ട്, നമ്പർ ഓഫ് പ്ലേറ്റ്സ് അല്ലേ, അപ്പോൾ നമ്പർ ആയത് കാരണം ഒരു ടോട്ടൽ വാല്യൂവിലേക്ക് ഒരു ഡിജിറ്റിലേക്ക് ഫുൾ ഡിജിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. 3.85 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എത്രയാണ്? 4. ഇനി നമുക്കറിയാം N ഈക്വൽ ടു, ഞാൻ പറഞ്ഞു നമ്പർ ഓഫ് ഡ്രൈവിംഗ് ഷാഫ്റ്റിലെയും ഇതിൻ്റെയും ടോട്ടൽ നമ്പർ. ഇത് N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോണ്ടാക്ടിങ് സർഫസസ് ആണ് അല്ലേ? അപ്പം അതിൽ നിന്ന് ടോട്ടൽ കിട്ടണമെങ്കിൽ N1 പ്ലസ് N2 ആണ് എന്ത്? നമ്പർ ഓഫ് ഡ്രൈവിംഗ് ഷാഫ്റ്റിലെ ഡിസ്കുകളെയും നമ്പർ ഓഫ് ഡ്രിവൺ ഷാഫ്റ്റിലെ ഡിസ്കുകളെയും എന്താണ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ N ഈക്വൽ ടു N1 പ്ലസ് N2 മൈനസ് 1 എന്ന് നമുക്കറിയാം. N-ന് 4 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു. അതായത് ഇവിടെ N1 പ്ലസ് N2 എന്നാണ് എന്ത്? ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്ക്. ഞാൻ ഈ ക്വസ്റ്റ്യൻ്റെ ആദ്യം പറഞ്ഞിരുന്നു N1 എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ഷാഫ്റ്റിലെ നമ്പർ ഓഫ് ഡിസ്ക് ആണ്. N2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡ്രിവൺ ഷാഫ്റ്റിലെ നമ്പർ ഓഫ് ഡിസ്ക് ആണ്. ഡ്രിവൺ ഷാഫ്റ്റിൽ. അപ്പോൾ ഈ രണ്ട് N1 പ്ലസ് N2 എന്ന് പറയുന്നതാണ് ആ ക്ലച്ചിന് ആവശ്യമായ ടോട്ടൽ പ്ലേറ്റുകളുടെ അല്ലെങ്കിൽ ടോട്ടൽ പ്ലേറ്റുകളുടെ എണ്ണം. അപ്പോൾ N1 പ്ലസ് N2 ആണ് കണ്ടുപിടിക്കുന്നത്. സോ N1 പ്ലസ് N2 മാത്രം ഇവിടെ നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ -1 ഓപ്പോസിറ്റ്സ് വരുമ്പോൾ N1 പ്ലസ് N2 ഈക്വൽ ടു 4 പ്ലസ് 1 ഈക്വൽ ടു 5. ടോട്ടൽ നമ്പർ ഓഫ് പ്ലേറ്റ്സ് റിക്വയർഡ് ഈക്വൽ ടു 5 എന്ന് വരും. ഓക്കെ, ഇനി നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, ശ്രദ്ധിക്കാം.
A multiplate clutch has 5 disc on driving shaft and 4 on driven shaft. ശ്രദ്ധിക്കുക. A multiplate clutch has 5 disc on driving shaft and 4 on driven shaft. If the intensity of pressure is not to exceed 0.15 megapascal, ശ്രദ്ധിക്കുക, 0.15 megapascal. Find the power transmitted at 2400 rpm. 2400 rpm. The outer radius of the plate is 75 mm and it is 1.25 d times the internal radius. Assume uniform wear and coefficient of friction is 0.28. നമുക്ക് നോക്കാം. വാല്യൂസ് നമ്മൾ എഴുതി. മാക്സിമം പ്രഷറാണ് തന്നിട്ടുള്ളത്. പി മാക്സ് ഈക്വൽ ടു 0.15 MPa, N ഈക്വൽ ടു 2400 RPM. R2 എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. R2 എന്ന് പറയുന്നത് 75 mm ആണ്. അത് എന്ന് പറയുന്നത് എന്തിൻ്റെ 1.25 ആണ്, ടൈംസ് ആണ് ഇന്റേണൽ റേഡിയസ്. അതായത് ചെറിയ റേഡിയസിൻ്റെ 75 mm ആണ് വലിയ റേഡിയസ്. അത് ചെറിയ റേഡിയസിനേക്കാളും എത്ര കൂടുതലാണ്? 1.25 mm ടൈംസ് കൂടുതലാണ്. സോ നമുക്ക് എഴുതാം 1.25 R1 equal to 75. R1 equal to 75 by 1.25, 60 mm. അതായത് ഇവിടെ R1 എന്ന് പറയുന്നത് ചെറിയ റേഡിയസ് 60യും വലിയ റേഡിയസ് എത്രയാണ് കിട്ടുന്നത്? 75 mm ആണ് കിട്ടുന്നത്. N നമ്മൾ കണ്ടുപിടിക്കാൻ N1 N2 സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. ഡ്രൈവിംഗ് ഷാഫ്റ്റിലെ ഡിസ്കുകളുടെ എണ്ണയും ഡ്രിവൺ ഷാഫ്റ്റിലെ ഡിസ്കുകളുടെ എണ്ണവും തന്നിട്ടുണ്ട്. 5 + 4 - 1 = N = 8. അതായത് നമ്പർ ഓഫ് കോണ്ടാക്ടിങ് സർഫസസ് ഈക്വൽ ടു എന്താണ്? 8. μ = 0.28 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ T = μW RM × M ആണ് നമുക്ക് ഇക്വേഷൻ. അതിൽ നമുക്ക് W അറിയില്ല, ടോർക്ക് അറിയില്ല, μ അറിയാം, RM നമുക്ക് കണ്ടുപിടിക്കാം, N നമുക്ക് ഓൾറെഡി അറിയുന്ന കേസാണ്. യൂണിഫോം വിയർ ആണ് കൺസിഡർ ചെയ്യുന്നത്. C എന്ന് പറഞ്ഞാൽ എത്രയാണ്? W/2π × R2 - 1. സോ W കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. W = എന്താണ് വരിക? W = Z × 2π × R2 - 1. ഇതിന് R നമുക്കറിയോ? C നമുക്കറിയോ? ഇല്ല. C കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ മാക്സിമം പ്രഷർ P max എന്ന് പറയുന്നത് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. മാക്സിമം പ്രഷർ എന്ന് പറയുന്നത് ശ്രദ്ധിക്കാം. മാക്സിമം പ്രഷർ എന്ന് പറയുന്നത് C/R1 ആണ് നമുക്കറിയാം. മാക്സിമം പ്രഷർ = C/R1. സോ C = എത്ര വരും? P max. ഇവിടുന്ന് ഈ R1 എങ്ങോട്ട് പോകും? മുകളിലോട്ട് പോകും. R1 P max × R1 0.1. P max നമുക്കറിയാം, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.15 MPa MPa ആണെന്ന് തന്നിട്ടുണ്ട്. സോ 0.15 × 75 R1 = 9. അതായത് Z എന്ന് പറയുന്ന വാല്യൂ ആണ് എത്ര? 9 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത്. ആ 9 എന്ന് പറയുന്ന വാല്യൂ W-ന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് W = C × 9 × 2π × R2 75, R1 60. And final answer is we get 848.23 Newton. ഇവിടെ എന്താണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? W എന്ന് പറയുന്നത് ആക്സിൽ ലോഡാണ്, അല്ലെങ്കിൽ സ്പ്രിംഗ് ഫോഴ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? 84.8 Newton എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമുക്ക് കിട്ടുന്നത് RM, യൂണിഫോം വിയർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. RM മീൻ റേഡിയസ് ഈക്വൽ ടു 1/2 × R2 + R1. ഓക്കെ, R2 + R1. 1/2 എടുക്കും. R2ന്റെ കേസിൽ സ്ഥാനത്ത് നമ്മൾ 75 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. R1 60 ആൻഡ് R1 വി ഗെറ്റ് 67.5 mm. ഇപ്പൊ നമുക്ക് എന്തായി? എല്ലാ ടോർക്കിന്റെ ഇക്വേഷനിലേക്ക് വേണ്ട എല്ലാ മെറ്റീരിയലായി. ടോർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 0 μW RM. ശ്രദ്ധിക്കുക, ഇക്വേഷൻ എന്ന് പറയുന്നത് T = μW RM × N ആണ്. μW RM × N. ടീന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് μ എത്രയാണ്? 0.28. W എന്ന് പറയുന്നത് 4.83. അതുപോലെ തന്നെ RM എന്ന് പറയുന്നത് 67.5 ആൻഡ് N = 8. N നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 12258.376 × 10⁻³ ന്യൂട്ടൺ മീറ്റർ. ന്യൂട്ടൺ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ഇതാണ് നമ്മുടെ ആൻസർ. ഇതിന് ന്യൂട്ടൺ മില്ലിമീറ്ററിന് ന്യൂട്ടൺ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് പവറിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ട്. പവറിന്റെ ഇക്വേഷൻ ഒരു ജനറൽ ഇക്വേഷൻ ആണ്. ആ ജനറൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ SI യൂണിറ്റിലായിരിക്കണം കൺവേർട്ട് ചെയ്യേണ്ടത്. സോ പവർ ഈക്വൽ ടു 2 × π × 2400 ×
1 to എന്ത് എടുക്കും, ടോർക്കിന് നമ്മൾ ജനറൽ ഇക്വേഷൻ കൊടുക്കും. ടോർക്കിൻ്റെ ഇക്വേഷൻ വാല്യൂ എത്രയും നമുക്ക് കിട്ടിയിട്ടുള്ള ന്യൂട്ടൺ മീറ്ററിലെ ബൈ 60. പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 32233.243 വാട്ട് എന്ന് വരും പവറിൻ്റെ യൂണിറ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, പവർ കിട്ടി. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നോക്കുക, ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കാം. എ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ഹാസ് കോണ്ടാക്ട് സർഫസസ് ഓൺ ഈച്ച് സൈഡ്. നോക്കുക, സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ആണ്, ഈച്ച് സർഫസ് ആണ് കോണ്ടാക്ട്. ഈസ് റിക്വയർഡ് ടു ട്രാൻസ്മിറ്റ് 25 കിലോവാട്ട് അറ്റ് 900 RPM. ദ ഔട്ടർ ഡയമീറ്റർ, ശ്രദ്ധിക്കുക, ദ ഔട്ടർ ഡയമീറ്റർ ഓഫ് കോണ്ടാക്ട് സർഫസ് ഈസ് 360 mm. The coefficient of friction is 0.25. ഡിറ്റർമൈൻ. എന്തൊക്കെയാണ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം, ഇന്നർ ഡയമീറ്റേഴ്സ് ഓഫ് ഫ്രിക്ഷൻ സർഫസ് അസ്യൂമിങ് യൂണിഫോം പ്രഷർ 85 kPa. ഇന്നർ ഡയമീറ്റർ കണ്ടുപിടിക്കണം. എങ്ങനെ? അസ്യൂം യൂണിഫോം പ്രഷർ ആണെങ്കിൽ 85 kPa ആണെങ്കിൽ കണ്ടുപിടിക്കണം. ആക്സിയൽ ത്രസ്റ്റ് ടു ബി ആക്ടിങ് ഓൺ ദ ക്ലച്ച്. ആക്സിയൽ ത്രസ്റ്റ് ആക്ടിങ് ഓൺ ദ ക്ലച്ച്, അതായത് ആക്സിയൽ ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷറാണ് അവിടെ. ആക്സിൽ ത്രസ്റ്റ് പ്രഷർ. മാക്സിമം ടോർക്ക് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ആൻഡ് മാക്സിമം ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ യൂണിഫോം വിയർ കണ്ടീഷനിലാണെങ്കിൽ പി മാക്സ്. ഒരു സെയിം വാല്യൂസ് അസ്യൂമിങ് സെയിം ഡയമെൻഷൻസ് ആൻഡ് സെയിം ആക്സിൽ ത്രസ്റ്റ്, സെയിം ലോഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ യൂണിഫോം വിയർ കണ്ടീഷനിൽ ഉണ്ടാകുന്ന മാക്സിമം ടോർക്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, തന്നിട്ടുള്ള ഡാറ്റാസ് എഴുതാം. പവർ എന്ന് പറഞ്ഞാൽ 25 × 10⁻³ വാട്ട്, N 900 RPM, μ = 0.25. D2 എന്ന് പറയുന്നത് എത്രയാണ്? 360 mm. ആൻഡ് ദെർഫോർ R2 റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്ററിന്റെ നേർപകുതി ആയിരിക്കും, 180 mm. പ്രഷർ എന്ന് പറയുന്നത്, ആക്സിൽ ത്രസ്റ്റ് എന്ന് പറയുന്നത് 85 kPa എന്ന് തന്നിട്ടുണ്ട് അല്ലെ. ആക്സിലിന്റെ യൂണിഫോം പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? 85 kPa എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അറിയാത്ത കാര്യം എന്താണ്? കിലോപാസ്കലിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഗാപാസ്കലിലേക്ക് മാറ്റുമ്പോൾ 25 × 10⁻³ MPa. T = μW/RM. T = μW/RM × N. അതിൽ നിന്ന് നമുക്ക് ടി കണ്ടുപിടിക്കണം. ടോർക്കാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ടി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഓൾറെഡി നോൺ ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. P = 2πNT/60. ടി എന്ന് പറഞ്ഞാൽ P × 60/2πN. 2πN. ആ ഇക്വേഷനാണ് എന്ത് കൊടുത്തിട്ടുള്ളത്? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. സോ പിന്റെ വാല്യൂ 85 × 10⁻³ 60. 2π RPM എന്ന് പറഞ്ഞാൽ എത്രയാണ്? 900 RPM ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈനൽ ആൻസർ എത്ര കിട്ടുക? 265.25 ന്യൂട്ടൺ മീറ്റർ. ഞാൻ പറഞ്ഞു ജനറൽ ഇക്വേഷൻ ആണെങ്കിൽ മീറ്ററിലായിരിക്കും കിട്ടുന്നത്, ന്യൂട്ടൺ മീറ്റർ. അതിന് നമുക്ക് വേണ്ട ഇക്വേഷൻസ് ആയ 26.25 ന്യൂട്ടൺ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുകയാണ്. 26.25 × 10⁻³ ന്യൂട്ടൺ മില്ലിമീറ്റർ. ഇനി W എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, W എന്ന് പറഞ്ഞാൽ ആക്സിയൽ ലോഡാണ്, ത്രസ്റ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം പ്രഷർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? P എന്ന് പറഞ്ഞാൽ ലോഡ് ബൈ ഏരിയ, π × R2 - R1² ആണ്. അപ്പോൾ ഈ W കണ്ടുപിടിക്കണമെങ്കിൽ പിന്റെ കൂടെ എന്ത് ചെയ്യും? ഈ π × R2² - R1² ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ P × എന്ത് വരും? P × ഈ വാല്യൂ. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. W = P × R2² - R1². അതിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 85 × 10⁻³ × π. W എന്ന് പറഞ്ഞാൽ എത്രയാണ്? പ്രഷർ 85 × 10⁻³ × π × 180² മൈനസ് R1 നമുക്ക് എന്താണ്, എത്രയാണെന്ന് നമുക്കറിയില്ല. R1ന്റെ വാല്യൂ നമുക്കറിയില്ല. സോ R1 എന്ത് ചെയ്തു? ആ ഇക്വേഷൻ അൺനോൺ ആയിട്ടുള്ള ടേം ഉള്ള കാരണം തന്നെ എന്ത് ചെയ്തു? അവിടെ R1 നമുക്കറിയില്ല. ആൻഡ് നെക്സ്റ്റ് വൺ RM, മീൻ റേഡിയസ് നമ്മൾ യൂണിഫോം പ്രഷറിന്റെ കേസിലാണ് ചെയ്യുന്നത്. RM എന്ന് പറഞ്ഞാൽ എത്ര? 2/3 × R2³ - R1³ / R2² - R1². അത് നമുക്കറിയില്ല. R1 ആ ഒരു കേസിലും എന്ത് ചെയ്യില്ല, R1 നമുക്ക് അൺനോൺ ടൈം ആയിട്ട് നിൽക്കും. ആ ഒരു ഇക്വേഷനും എന്ത് ചെയ്യും? അതുപോലെ തന്നെ അവിടെ നിൽക്കും. ഇനി നമുക്കറിയാം ടോർക്ക് എന്ന് പറയുന്നത് T = μW/RM × N ആണ്. N എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? സിംഗിൾ പ്ലേറ്റ് ക്ലച്ചാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ N = 2 ആയിരിക്കും. T എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്.
അല്ലേ, പവറിനൊക്കെ തന്നിട്ടുള്ള ഇക്വേഷൻ ടി ഈക്വൽ ടു 265.25 ഇൻറ്റു 10⁻³ എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. മ്യൂവിൻ്റെ വാല്യൂ 0.25 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡബ്ല്യു ആണ്, ഡബ്ല്യുവിൻ്റെ വാല്യൂ 85 ഇൻറ്റു 10⁻³ ഇൻറ്റു പൈ ഇൻറ്റു 180² മൈനസ് R1² ആണ്. ആ വാല്യൂ എന്ത് ചെയ്തു, അതുപോലെ തന്നെ ഇവിടെ എഴുതി. ഇത്രയും വരുന്ന വാല്യൂ. ഓക്കെ, ഇത്രയും വരുന്ന വാല്യൂ ഇവിടെ 0.76 വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 85 ഇൻറ്റു 10⁻³ ഇൻറ്റു പൈ ഇത്രയും വാല്യൂ ചെയ്തത് ആൻസർ ആണ് എന്ത്, 0.76 180 മൈനസ് R1². ഇനി RM എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ അറിയാം 2/3 ഇൻറ്റു 180³ മൈനസ് R1³ 180² മൈനസ് 180² മൈനസ് R1² ഇൻറ്റു 2. ഇനി നമ്മളത് ക്യാൻസൽ ചെയ്യുകയാണ്, ശ്രദ്ധിക്കുക. ആ ഇക്വേഷൻ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡിവൈഡഡ് ബൈയിൽ ഒരു 180 മൈനസ് R1² ഉണ്ട്. മുകൾ ഭാഗത്ത് എന്തുണ്ട് ഇവിടെ ശ്രദ്ധിക്കുക. നമ്മൾ ഇവിടെ തന്നെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരിക ശ്രദ്ധിക്കുക. ഇവിടെ ഒരു 180 മൈനസ് R1² എന്ന് പറയുന്ന ടേം ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്, ഒരു 180 മൈനസ് R1² എന്ന് പറയുന്ന ടേം ഉണ്ട്. അത് രണ്ടും ഞാൻ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. ആൻഡ് അങ്ങനെയാണ് എന്ത് കിട്ടുന്നത്, ഇവിടെ ഈ ഫൈനൽ വാല്യൂ ഇവിടെ കിട്ടുന്നത് 180 265.25 ഇൻറ്റു 10⁻³ നമുക്ക് 0.29 വീണ്ടും വാല്യൂ 180³ മൈനസ് R1³ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇൻറ്റു 2 ഒന്നും കൂടി എന്തുണ്ടായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കും. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് അതിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. R1³ മാത്രമാണ് എന്ത് ഇവിടെ അൺനോൺ ആയിട്ട് നിൽക്കുന്ന ഒരു ടേം എന്ന് പറയുന്നത് R1³ മാത്രമാണ്. 180 മൈനസ് R1³ എന്ന് പറയുന്നത് ഈ ടോട്ടൽ ടൈം. ഈ വാല്യൂ എന്ത് ചെയ്യും, നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും. അതെന്ത് ചെയ്യും, 265.0.089 കിട്ടും. 180 മൈനസ് അതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് കണ്ടുപിടിക്കും, R1³ ഈ ഒരു വാല്യൂ കിട്ടും. R1 എന്ത് ചെയ്യും, ഫൈനലായിട്ട് R1³ വാല്യൂ ഇതാണെങ്കിൽ R1 എന്തായിരിക്കും, ക്യൂബ് റൂട്ട് ഓഫ് ഈ വാല്യൂ എന്തായിരിക്കും, അതിൻ്റെ ക്യൂബ് റൂട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 181.80 mm. അതായത് R1 നമുക്ക് കിട്ടി. R2 എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. R1 നമുക്ക് ഇതിൽ നിന്ന് കിട്ടി. ഇനി W, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ W ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. W ഈക്വൽ ടു P ഇൻറ്റു, അതായത് P എന്ന് പറയുന്നത് പ്രഷർ എന്ന് പറയുന്നത് W/π R2² മൈനസ് R1² ആണ്. സോ W എന്ന് പറയുന്നത് എങ്ങനെ വരും, P ഇൻറ്റു പൈ ഇൻറ്റു R2² മൈനസ് R1². സോ നമുക്ക് എന്ത് കിട്ടും, ഡബ്ല്യുവിൻ്റെ വാല്യൂ 3282.6 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി യൂണിഫോം പ്രഷർ കൺസിഡർ ചെയ്തിട്ട് സെയിം വാല്യൂ വെച്ചിട്ട് എന്ത് ചെയ്യാം, RM മീൻ റേഡിയസ് ഒക്കെ കണ്ടുപിടിക്കുക. ടോർക്കാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് T = 0.25 ഇൻറ്റു 3282.6 ഇൻറ്റു 169.2. നമുക്ക് എത്ര കിട്ടും, ടോർക്കിൻ്റെ യൂണിറ്റ് ഇവിടെ എത്ര കിട്ടുന്നുണ്ട്, 26408.264,085. ഇവിടെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ഉണ്ടായിരിക്കും. ന്യൂട്ടൺ മില്ലിമീറ്റർ, ടോർക്കിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മില്ലിമീറ്റർ. ആൻഡ് ദെർഫോർ C ഈക്വൽ ടു W/2π ഇൻറ്റു R2 മൈനസ് R1 എന്നുണ്ട്. C എന്ന് പറയുന്നത് എത്രയാണ് കിട്ടുന്നത്, C ഒരു കോൺസ്റ്റന്റ് ആണ്, 13.67 എന്നും കിട്ടും. ഓക്കെ അല്ലേ, 13.67. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സീൻ്റെ വാല്യൂ നമുക്കിവിടെ കറക്റ്റായിട്ട് ഒരു ആവശ്യമില്ല. നമുക്ക് ടോർക്കാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. 264.08.85.17 എന്ന് അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ആണ് ക്ലച്ചിൻ്റെ കേസിലുള്ളത്. ക്ലച്ചിൻ്റെ ഭാഗത്തുനിന്ന് ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്തത് കറക്റ്റായിട്ട് ചോദിക്കാറ് ഉള്ളത്. ഓക്കെ.